കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞ സംഭവത്തിൽ അപകടത്തിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങൾ 24-ന് കിട്ടി. തുടർച്ചയായി വെടിക്കെട്ട് കരിമരുന്ന് പ്രയോഗം നടക്കുന്നതിന് ശബ്ദം ആ ദൃശ്യങ്ങളിലുണ്ട്. ആനയ്ക്ക് ഈ ശബ്ദം കേട്ടാൽ ഉണ്ടാകുന്ന അസ്വാസ്ഥ്യം മനസ്സിലാക്കാതെയാണോ ഇവർ വെടിപൊട്ടിച്ചെന്നറിയില്ല. 2 ആനകൾ മുന്നോട്ട് നീങ്ങുന്നതിനിടെ ഒരാന മറ്റൊരാനക്കരി കുത്തിയതാണ് ഈ പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയതും ആന ഇടയാനും ഇടഞ്ഞുകൂടുന്നതിനിടയിൽ തിക്കിലും തിരക്കിലും പെട്ട് 2 പേർക്ക് ജീവഹാനി ഉണ്ടായതും. ഇടഞ്ഞ് മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കും. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കൊയിലാണ്ടി നഗരസഭയിലെ 9 വാർഡുകളിൽ ഇന്ന് ഹർത്താൽ ആചരിക്കുകയാണ്. അതുപോലെ തന്നെ ദുരന്ത കാരണം സ്ഫോടനം തന്നെയാണ് എന്നുള്ള പ്രാഥമിക റിപ്പോർട്ട് വനമന്ത്രിക്ക് കൈമാറിയെന്ന് ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ മേധാവി ദീപക് തർമ്മടം റിപ്പോർട്ട് ചെയ്യുന്നു. ഉത്തരമേഖല CCF ആണ് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. എക്സ്പ്ലോസീവ്സ് നിയമലംഘനം ഉണ്ടോ എന്ന് വിശദമായി പരിശോധിക്കുമെന്നാണ് അറിയുന്നത്. ആന വിരണ്ടത് സ്ഫോടനം കേട്ടുകൊണ്ട് തന്നെയാണ് എന്നാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം. ചട്ടം പാലിച്ചില്ല എന്നും പറയുന്നു. ദീപക് തർമ്മടം കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ദീപക് തർമ്മടം. ദീപക്, യഥാർത്ഥത്തിൽ നമുക്ക് മെഡിക്കൽ കോളേജിലെ കാര്യം വെച്ച് ആദ്യം തുടങ്ങാം. ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ കഴിയുന്നില്ല. വിവരങ്ങൾ എന്താണ്? കാര്യം ഈ കരിമരുന്ന് പ്രയോഗം കാര്യമായി നടത്തിയത് തന്നെയാണ് ആന വിരണ്ടു പോകാൻ കാരണമായത് എന്ന് പ്രാഥമിക നിഗമനം എന്ന വാർത്ത കൂടി വരുന്നുണ്ടല്ലോ. വിവരങ്ങൾ പറയൂ. SKN ഈ ഒരു ദുഃഖാർത്ഥമായ ഒരു അന്തരീക്ഷമാണ്. നമ്മൾ ഗുഡ് മോർണിംഗ് പറയാൻ പറ്റാത്ത സാഹചര്യം തന്നെയാണ്. ഏറ്റവും പുതിയ വിവരം CCF കീർത്തിയെയാണ് അന്വേഷണ ചുമതല ഏൽപ്പിച്ചത്. അന്വേഷണ വിവരം, പ്രാഥമിക വിവരം വനം മന്ത്രി AK ശശീന്ദ്രൻ കൈമാറി. അതിൽ സ്ഫോടനമാണ് ഈ ദുരന്തത്തിൻ്റെ കാരണം എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട്. അതായത് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ടിൻ്റെ ലംഘനം, അതായത് സ്ഫോടനം സംബന്ധിച്ച് കൃത്യമായ പാലിക്കേണ്ട ചട്ടങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഈ ആന പരിപാലന നിയമവും ഈ സ്ഫോടനവും തമ്മിലുള്ള വലിയ വൈരുദ്ധ്യമുണ്ട്. കാരണം ആനയുടെ ഇത്ര മീറ്റർ ദൂരെ വെച്ച് മാത്രമേ സ്ഫോടനം നടക്കാൻ പാടുള്ളൂ. എന്നാൽ ഉഗ്രശക്തിയുള്ള സ്ഫോടനം അവിടെ തുടരെ നടക്കുന്നു. ഇത് തന്നെയാണ് ഈ ദുരന്തത്തിനിടയാക്കിയത്. അതായത് ആന വിരണ്ട് ആനകൾ തമ്മിൽ കൊമ്പ് കോർത്തുകൊണ്ട് ഇത്രയും വലിയ ദുരന്തം. 3 പേരുടെ മൃതദേഹം എനിക്ക് പുറകിലുള്ള ഈ മോർച്ചറിയിൽ കിടക്കുകയാണ്. 8 മണിക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുകയുള്ളൂ. SKN ആ ദുരന്തത്തിനിടയാക്കിയത് ഈ സ്ഫോടനം തന്നെയാണ് എന്നുള്ളതാണ് കീർത്തി വനം മന്ത്രിയോട് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. വിശദമായ റിപ്പോർട്ട് ഉച്ചയോടുകൂടി നൽകുമെന്നാണ് വനമന്ത്രി അല്പം മുമ്പ് AK ശശീന്ദ്രനുമായി സംസാരിച്ച സമയത്ത് മനസ്സിലായത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് ഉണ്ട്. അതിലെ വിവിധ ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങളുടെ കൃത്യമായ ലംഘനം ഈ അമ്പലത്തിൽ നടന്നു. ആ ലംഘനം ഉണ്ടായതാണ് ഇത്തരത്തിൽ ആനയുടെ ഈ ദുരന്തത്തിലേക്ക് ആന വിരണ്ട് ഓടാനും ഇത്തരത്തിലുള്ള ഒരു കെട്ടിടം തകർന്നു വീഴാനും ഒക്കെ ഉണ്ടായ 3 പേരുടെ മരണത്തിനിടയാക്കിയ ഈ ദുരന്തത്തിൻ്റെ കാരണം ഈ സ്ഫോടനം കൃത്യമായി ചട്ടം ലംഘിച്ചുകൊണ്ട് നടന്നു എന്നുള്ളതാണെന്നാണ് കീർത്തിയുടെ റിപ്പോർട്ട്. ഏതായാലും SKN 8 മണിക്ക് ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും. വൈകിട്ട് ഒരു ഉച്ചയോടുകൂടി തന്നെ മൃതദേഹം വിട്ടു നൽകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ആ പ്രദേശത്ത് ഇപ്പോൾ രാഹുൽ സുരേഷ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഹർത്താൽ ആചരിക്കുകയാണ് SKN.